വിവാദങ്ങൾക്കിടെ ശശി തരൂരിനെ രൂക്ഷമായി വിമർശിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ നേതാവാകാനുള്ള യോഗ്യത ഇംഗ്ലീഷ് വിദ്യാഭ്യാസമല്ലെന്ന് കുറ്റപ്പെടുത്തൽ. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചാണ് ജനനേതാവാകേണ്ടത്. തരൂരിനെ പരിഗണിച്ചില്ലെന്ന പരാതി അടിസ്ഥാനരഹിതമെന്നും PJ കുര്യൻ പറഞ്ഞു. വ്യക്തികളുടെ അഭിപ്രായത്തിൽ കാര്യമില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പ്രതികരിച്ചു. പ്രതികരണങ്ങളിലേക്ക്. അദ്ദേഹത്തിന് അങ്ങനെ പ്രവർത്തക സമിതിയിൽ അഭിപ്രായം പറയാനുള്ള 100 പേരുള്ളൂ സാധ്യമല്ല എങ്കിൽ അദ്ദേഹം ആ കമ്മിറ്റി അത് പറയണമായിരുന്നു. ആ കമ്മിറ്റിയിൽ പറഞ്ഞിട്ട് നടന്നില്ലെങ്കിൽ വേണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട് വേണമെന്ന് പുറത്തും പറയാം. ആ കമ്മിറ്റി പറയാതെ പൊതുജനങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് കുഞ്ഞുങ്ങളെ? അല്ലാതെ പുള്ളി കൂടുതൽ സമയം വിദേശത്താണെന്ന് ആർക്കറിയാൻ വയ്യാത്തത്. കേരളത്തിലെ നേതാവാണെങ്കിൽ ജനങ്ങളുടെ നേതാവാകണം. ഒരു MP ആയി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ നേതാവാക്കത്തില്ല. ജനങ്ങളോട് ചേർന്ന് ജനങ്ങൾ പ്രവർത്തിക്കണം, പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കണം. ഞാനിപ്പോൾ തുറന്ന് പറയും, ഇംഗ്ലീഷ് വിദ്യാഭ്യാസമോ അല്ല ഇതോ ആണെങ്കിൽ എങ്കിൽ അതില്ല ഇതൊക്കെയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതലുള്ള ഒരു ഇന്ത്യയിലില്ലേ? രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ അതല്ല, ജനങ്ങളോട് ഒത്തുചേർന്ന് പ്രവർത്തിച്ചിട്ട് ഉണ്ടാകുന്നതാണ്. കാമരാജിന് എത്ര ഇംഗ്ലീഷ് അറിയാമായിരുന്നു? എന്നാൽ ഈ സമയത്ത് തരൂർ അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. 72 സീറ്റ് കിട്ടട്ടെ ആദ്യം, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം. ആ ആലോചന ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് വ്യക്തികളുടെ അഭിപ്രായ പ്രകടനമല്ല. ആ രാഷ്ട്രീയ പാർട്ടി എങ്ങനെ ആ സംസ്ഥാനത്തോട് നീതി പുലർത്തണം എന്ന് തീരുമാനിക്കാനുള്ള കൽപ്പുള്ള നേതൃത്വമാണ്. അത് വരട്ടെ. അത് നമുക്ക് ആദ്യം ഭൂരിപക്ഷം ഉണ്ടാവുക എന്നുള്ളതല്ലേ. ഭൂരിപക്ഷത്തിൻ്റെ ഈ ലക്ഷ്മണരേഖ കടന്നതിന് ശേഷമുള്ള ഡിസ്കഷനെക്കുറിച്ചാണ് ഈ പറയുന്നത്. ആദ്യം ആ ലക്ഷ്മണരേഖ കടക്കട്ടെ, അതിനുവേണ്ടിയുള്ള പരിശ്രമം വേണ്ടത്. ജോയ്സ് ഡാനിയൽ നമുക്കൊപ്പം ദില്ലിയിൽ നിന്ന്. ജോയ്സ് ഡാനിയൽ, തരൂരിനെ തള്ളുകയാണ് പൂർണ്ണമായും. ഇക്കാര്യത്തിൽ താൻ പോപ്പുലറാണ്, അല്ലെങ്കിൽ തന്റെ പോപ്പുലാരിറ്റി ഫാക്ടറും പാർട്ടിയുടെ വിജയത്തിന് തിരുവനന്തപുരത്തിന് നിർണായകമായി എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് എത്രത്തോളം തരൂരിന്റെ സാന്നിധ്യമുണ്ട് എന്ന വിമർശനം അടക്കം ഇപ്പോൾ തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കുകയല്ലേ ഈ നേതാക്കളുടെ അഭിപ്രായ പ്രകടനം? അങ്ങനെ തന്നെയാണ് മുതിർന്ന നേതാവ് PJ കുര്യൻ തന്നെ ഇന്ന് ശശി തരൂരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അതിന്റെ ഭാഗമായി തന്നെ കരുതേണ്ടി വരും. PJ കുര്യൻ വളരെ കൃത്യമായി പറഞ്ഞു, തിരുവനന്തപുരത്ത് ഉള്ളതിനേക്കാൾ ഏറെ സമയം ശശി തരൂർ വിദേശത്ത് തുടരുന്നു എന്ന് പറയുന്നത് തന്നെ ആ വിമർശനത്തിന് പ്രധാനമായി നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ശശി തരൂരുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളൊരു വിമർശനം തന്നെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് തന്നെ കരുതേണ്ടി വരും. PJ കുര്യൻ മറ്റു കാര്യങ്ങൾ കൂടി പറഞ്ഞു. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചാണ് ഒരാൾ ജനനേതാവാകേണ്ടത് എന്നുള്ളൊരു വിമർശനം കൂടി PJ കുര്യൻ ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. ആദ്യം കോൺഗ്രസിന്റെ മണ്ഡലം ബ്ലോക്ക് യോഗങ്ങളിലെല്ലാം അതിൽ പങ്കെടുത്ത് പ്രവർത്തിക്കണം. അതിനുശേഷം ഇത്തരത്തിലുള്ള പദവികൾക്ക് വേണ്ടി പോകാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയാൽ മതി എന്നുകൂടിയാണ് PJ കുര്യൻ വ്യക്തമാക്കിയത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണോ അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ പ്രസക്തി എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയോ നേതാക്കൾ ഈ കോൺഗ്രസിനകത്ത് തന്നെയുണ്ട്, ഇന്ത്യയിലുണ്ട്. മറ്റ് മുതിർന്ന നേതാക്കൾ അങ്ങനെയുള്ളവർ ഇംഗ്ലീഷ് അറിയാത്തവരുമുണ്ടല്ലോ എന്നുള്ള മറു ചോദ്യമാണ് ഇന്ന് PJ കുര്യൻ ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അദ്ദേഹം ഒരു വിമർശനമായി പറയുന്നത് ചന്ദ്രനിലേക്ക് റോക്കറ്റ് വിട്ട ISROയുടെ മുൻ ചെയർമാൻ സോമനാഥനെ അങ്ങനെ വേണമെങ്കിൽ കോൺഗ്രസിനെ നേതാവാക്കാമല്ലോ എന്നൊരു വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. തരൂർ പറയുന്നതിൽ ഒരടിസ്ഥാനവും ഇല്ലെന്നാണ് ഇന്ന് PJ കുര്യൻ വ്യക്തമാക്കിയത്. അദ്ദേഹം പാർട്ടിയിൽ എത്തിയ ഉടനെ അദ്ദേഹത്തിന് MP-യും മന്ത്രിയുമൊക്കെ ആക്കിയതാണ്. അദ്ദേഹം ഈ വിഷയങ്ങൾ പറയേണ്ടത് പൊതുവിടങ്ങളിലല്ല, പകരം പാർട്ടിക്കുള്ളിലായിരുന്നു ഈ വിഷയങ്ങൾ സംസാരിക്കേണ്ടത്. അതിനുശേഷം തീരുമാനമായില്ലെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പക്ഷേ നിലവിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. അതിന് ശക്തമായ പ്രതിഷേധമുണ്ട് എന്ന് തന്നെയാണ് മുതിർന്ന നേതാവ് PJ കുര്യൻ പറഞ്ഞു വെക്കുന്നത്. അതിൽ ഒരു പടി കൂടി കടന്നുകൊണ്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് വ്യക്തികളുടെ അഭിപ്രായത്തിൽ കാര്യമില്ല എന്ന് പറയുമ്പോൾ ശശി തരൂർ പറയുന്നതിൽ ഒരു കാര്യവുമില്ല, അദ്ദേഹത്തിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന നിലപാടാണ് ഇന്ന് തിരുവഞ്ചൂർ സ്വീകരിച്ചത്. അങ്ങനെ മുതിർന്ന നേതാക്കൾ രണ്ടുപേരും ശശി തരൂരിനെ തള്ളി പറയുമ്പോൾ ഇനി ശശി തരൂരിന്റെ മുന്നോട്ടുള്ള നീക്കം വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ചില പദവികൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദ ഇന്ത്യൻ എക്സ്പ്രസിൽ കൊടുത്ത തന്റെ പോഡ്കാസ്റ്റിലെ ഭാഗങ്ങൾ അതിന്റെ തർജ്ജമയിലാണ് തെറ്റുപറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് ആഞ്ഞടിക്കുകയും ഒക്കെ ചെയ്യുന്ന ശശി തരൂരിനെയാണ് നമ്മൾ കണ്ടത്. അത് തരുൺ ഗൊഗോയി ഈ അസം PCC അധ്യക്ഷനായി ഗൗരവ് ഗൊഗോയി പോകുമ്പോഴുള്ള ആ ഒരു മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതും വ്യക്തമായ കാര്യമാണല്ലോ ജോയ്സ്. അപ്പോൾ ഇനി തരൂർ എന്താണ് പറയുക? ഒപ്പം KPCC അധ്യക്ഷൻ മാറാൻ പോകുന്നു. അപ്പോൾ ലോക്സഭയിൽ കൃത്യമായി തരൂരിന് ഒരു പ്ലേസ്മെന്റ് കിട്ടുന്നു. പാർട്ടിയുമായി ചേർന്ന് പോകാൻ തരൂർ തീരുമാനിക്കുമ്പോൾ മുതിർന്ന നേതാക്കളിൽ പലരും തരൂരിനെതിരെ ഇനിയും രംഗത്ത് വരില്ലേ? തീർച്ചയായും കൃത്യമായ സ്ഥാനം തരൂരിന് ലഭിക്കുന്നു എന്നുള്ള സൂചനകൾ വന്ന ഉടനെയാണ് ഈ രണ്ട് പരാമർശങ്ങൾ വന്നതെന്നുള്ളത് നമ്മൾ എടുത്ത് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. തരൂരിനെ പാർട്ടിയിൽ മറ്റ് സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതിനൊരു തടയിടാനുള്ള നീക്കമാണോ ഈ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന് പ്രാദേശികം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു പ്രസ്താവനയാണ് PJ കുര്യൻ നടത്തിയത്. ഇത്രയും നാളും വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് PJ കുര്യൻ ഒന്നും മിണ്ടിയിരുന്നില്ല. തിരുവഞ്ചൂരും ഈ വിഷയത്തിൽ വലിയൊരു പ്രതികരണത്തിന് തയ്യാറായിരുന്നില്ല. പക്ഷേ ഹൈക്കമാൻഡുമായി നിർണായകമായ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഇരുവരും ഇത്തരത്തിലൊരു പ്രസ്താവനകൾ നടത്തുന്നത് തരൂരിനെ
അങ്ങനെ മുന്നോട്ടുള്ള പദവികളിൽ ഇനിയുള്ള നിന്ന് കൂടുതൽ അദ്ദേഹത്തിന് പ്രതികരണങ്ങൾ നമുക്ക് നീക്കങ്ങളുണ്ടെങ്കിൽ നിരീക്ഷിക്കാം. അതിനെ ദില്ലിയിലാണല്ലോ നേതാക്കളൊക്കെ. പി ജെ കുര്യൻ പറഞ്ഞതിനോട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അല്ല യോഗ്യത എന്ന് പറയുമ്പോൾ തരൂരിനെ പോലെയുള്ള ഒരു നേതാവും വേണ്ടേ പാർട്ടിക്ക് എന്ന ചോദ്യം മറുഭാഗത്തുണ്ട്. മറ്റു നേതാക്കളുടെയും പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം ഈ വിഷയത്തിലും.